ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പർച്ചഡ് എന്ന മൂവിയുടെ എക്സ്പ്ലനേഷൻ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോവാം. മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ രാജസ്ഥാനിലെ ഒരു ഗ്രാമത്തിലൂടെ ബസ്സിൽ പോകുന്ന ലാജോവിനെയും അവരുടെ സുഹൃത്തായ റാണിയെയുമാണ് കാണിക്കുന്നത്. റാണിയുടെ മകന് വേണ്ടിയുള്ള ഒരു പെൺകുട്ടിയെ കാണാൻ വേണ്ടിയാണ് അവർ ഈ പോകുന്നത്. അവിടെ കച്ചിത് ആ പെൺകുട്ടിയെ മീറ്റ് ചെയ്യാൻ വേണ്ടി അവരുടെ വീട്ടിൽ ചെന്നിരിക്കുന്ന ലാജോവിനെയും റാണിയെയുമാണ് കാണിക്കുന്നത്. ആ നാട്ടിൽ പെൺകുട്ടികൾ കുറവായതുകൊണ്ട് കല്യാണം കഴിക്കുന്ന പയ്യന്റെ വീട്ടുകാരാണ് ഡവറി എല്ലാം കൊടുക്കേണ്ടത്. ആ സമയം ആ നാട്ടിലെ ഗ്രാമത്തലവൻ ഡവറി 3 ലക്ഷം പോരാ എന്നും 4 ലക്ഷം കിട്ടിയാലേ കല്യാണം നടക്കൂ എന്ന കാര്യമെല്ലാം പറയുന്നു. റാണി കല്യാണം നടക്കാൻ വേണ്ടി അവർ ചോദിച്ച പൈസയെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കാമെന്ന് ഉറപ്പ് കൊടുക്കുന്നു. അവിടെ കച്ചിത് തന്റെ സുഹൃത്തുക്കളോടൊപ്പം സംസാരിച്ചിരിക്കുന്ന റാണിയുടെ മകൻ ഗുലാബിനെയാണ് കാണിക്കുന്നത്. ആ സമയം അവൻ റാണിയെ കോൾ ചെയ്തുകൊണ്ട് അവന്റെ സങ്കല്പത്തിലുള്ള പെൺകുട്ടി എങ്ങനെയാണ് എന്ന കാര്യമെല്ലാം അവൾക്ക് വിശദീകരിച്ചു കൊടുക്കുന്നു. കുറെ ദൂരം യാത്രയെല്ലാം ചെയ്തു വന്ന അവരോട് ഗ്രാമത്തലവൻ വിശ്രമിക്കാൻ വേണ്ടിയെല്ലാം ആവശ്യപ്പെടുന്നു. അവിടെ കച്ചിത് ആ നാട്ടിൽ അത്യാവശ്യം വിദ്യാഭ്യാസമുള്ളതും തൊട്ടപ്പുറത്തെ ഗ്രാമത്തിലെ അധ്യാപികയുമായ കിഷന്റെ ഭാര്യയെയാണ് കാണിക്കുന്നത്. അവർ വേറെ നാട്ടുകാരി ആയതുകൊണ്ട് ഗുലാബും അവന്റെ സുഹൃത്തുക്കളും കൂടി അവരുടെ പിന്നാലെ നടന്ന് ശല്യപ്പെടുത്താൻ വേണ്ടിയെല്ലാം തുടങ്ങുന്നു. ആ സമയം കിഷൻ അവിടേക്ക് വന്ന് ആ പിള്ളേരെയെല്ലാം അവിടെ നിന്നും ഓടിച്ചു വിടുന്നു. കിഷൻ ആ നാട്ടിലെ സമ്പന്നനായ ഒരു ബിസിനസ്സുകാരനാണ്. ആ ഗ്രാമത്തിലെ ഭൂരിഭാഗം സ്ത്രീകളും കിഷന്റെ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. അവിടെ കച്ചിത് തന്റെ ഭാവി മരുമകളോട് യാത്രയെല്ലാം പറഞ്ഞ് തിരിച്ച് ഗ്രാമത്തിലേക്ക് വരുന്ന റാണിയെയും ലാജോവിനെയുമാണ് കാണിക്കുന്നത്. ആ സമയം അവിടുത്തെ ഗ്രാമത്തലവൻ എല്ലാവരെയും വിളിച്ചുകൊണ്ട് ഒരു മീറ്റിംഗ് എല്ലാം കണ്ടക്ട് ചെയ്യുന്നു. അയാൾ ആ ഗ്രാമത്തിലെ ഒരു പെൺകുട്ടി അവിടെ നിന്നും കല്യാണം കഴിഞ്ഞ് പോയിട്ടും അവിടേക്ക് തിരിച്ചു വന്നതിന്റെ പേരിൽ അവളെ വഴക്കെല്ലാം പറയുന്നു. അവൾ തന്റെ ഭർത്താവിന്റെ വീട്ടിലെ ക്രൂരതകളൊന്നും സഹിക്കാനാവുന്നില്ല എന്നെല്ലാം അവരോട് പറയുന്നു. ആ സമയം കിഷനും ഈ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവിടെ വെച്ച് സംസാരിക്കുന്നു. എന്നാൽ ഗ്രാമത്തലവൻ ഇതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ ആ പെൺകുട്ടിയെ നിർബന്ധിച്ച് അവിടെ നിന്നും പറഞ്ഞയക്കുന്നു. ആ ഗ്രാമത്തിൽ TV ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവിടുത്തെ ഭൂരിഭാഗം ആണുങ്ങളും അവിടെയുള്ള ഒരു ഡാൻസ് കമ്പനിയിലാണ് സമയം ചെലവഴിക്കാൻ വേണ്ടി പോകുന്നത്. അവിടെ കച്ചിത് ആ ഡാൻസ് കമ്പനിയിലെ ഒരു പ്രോഗ്രാമാണ് കാണിക്കുന്നത്. ആ നാട്ടിലെ ഒരേ ഒരു ഐറ്റം ഡാൻസറാണ് റാണിയുടെ സുഹൃത്തായിട്ടുള്ള ബിജിലി. ഡാൻസ് എല്ലാം കഴിഞ്ഞതിനു ശേഷം അവളുടെ ബോസ് അവളോട് കുറച്ച് കസ്റ്റമേഴ്സ് അവളെയും കാത്ത് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് എന്ന കാര്യമെല്ലാം പറയുന്നു. എന്നാൽ ബിജിലി തനിക്കിന്ന് ഒരു മൂഡില്ലെന്നും അധികം തന്നെ നിർബന്ധിച്ചാൽ താൻ ഇതെല്ലാം ഉപേക്ഷിച്ച് ബോംബെയിലേക്ക് പോകും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അയാളെ ഭീഷണിപ്പെടുത്തുന്നു. അവിടെ കച്ചിത് തന്റെ സുഹൃത്തുക്കളോടൊപ്പം ടെന്റിലിരിക്കുന്ന ബിജിലിയെയാണ് കാണിക്കുന്നത്. ആ സമയം ലാജോ റാണിയുടെ മകന്റെ കല്യാണം ഉറപ്പിച്ച കാര്യമെല്ലാം ബിജിലിയോട് പറയുന്നു. അവിടെ കച്ചിത് വീട്ടിൽ ജോലിയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ലാജോയെയാണ് കാണിക്കുന്നത്. ആ സമയം മദ്യപിച്ച് ബോധമില്ലാതെ വന്നിരിക്കുന്ന ലിജോയുടെ ഭർത്താവ് അവർക്ക് കുട്ടികളില്ലാത്തതിന്റെ കാരണം ഇവളാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവളെ ഉപദ്രവിക്കുന്നു. അവിടെ കച്ചിത് ഗുലാബിന്റെ കല്യാണമാണ് കാണിക്കുന്നത്. കല്യാണമെല്ലാം കഴിഞ്ഞതിനു ശേഷം പെൺകുട്ടിയുടെ അമ്മ റാണിയെ വിളിച്ച് അവൾ മുടിയെല്ലാം മുറിച്ചു കളഞ്ഞതെല്ലാം കാണിച്ചു കൊടുക്കുന്നു. ഇത് കണ്ട റാണി തലയിലൂടെ ഒരു ഷോളെല്ലാം ഇട്ടുകൊണ്ട് അവളെ തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അവിടെ കച്ചിത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടുള്ള സീനാണ് കാണിക്കുന്നത്. രാത്രിയിൽ മദ്യപിച്ച് വീട്ടിലേക്ക് കയറി വരുന്ന ഗുലാബിനെയാണ് കാണിക്കുന്നത്. ആ സമയം റാണി അവനെ മദ്യപിച്ചതിന്റെ പേരിൽ വഴക്കെല്ലാം പറയുന്നു. റാണി അവനെ എത്രയൊക്കെ വഴക്ക് പറഞ്ഞിട്ടും അവന് അതിന്റെ ഒരു വിഷമം പോലും ഉണ്ടായിരുന്നില്ല. അവിടെ കച്ചിത് പിറ്റേ ദിവസം രാവിലെ തന്റെ ബാഗെല്ലാം എടുത്ത് കൂട്ടുകാരുടെ കൂടെ യാത്ര പോകുന്ന ഗുലാബിനെയാണ് കാണിക്കുന്നത്. അവിടെ കച്ചിത് തന്റെ ഭർത്താവിന്റെ ഉപദ്രവം കാരണം മുറിവുകൾക്കെല്ലാം മരുന്ന് വയ്ക്കാൻ വേണ്ടി റാണിയുടെ വീട്ടിലേക്ക് വന്നിരിക്കുന്ന ലാജോവിനെയാണ് കാണിക്കുന്നത്. ആ സമയം റാണി തന്റെ മകൻ താൻ പറഞ്ഞതൊന്നും കേൾക്കുന്നില്ല എന്ന വിഷമമെല്ലാം ലാജോവിനോട് പറയുന്നു. അവിടെ കച്ചിത് റാണിയെ മീറ്റ് ചെയ്യാൻ ചെന്നിരിക്കുന്ന ഗുലാബിന്റെ സുഹൃത്തുക്കളെയാണ് കാണിക്കുന്നത്. അവർ ഗുലാബ് ഒരു വ്യക്തിയിൽ നിന്നും പൈസ കടം വാങ്ങിയിട്ടുണ്ടായിരുന്നെന്നും പൈസ തിരിച്ചു കൊടുക്കാത്തതിന്റെ പേരിൽ അവർ ഗുലാബിനെ പിടിച്ചുകൊണ്ട് പോയ കാര്യമെല്ലാം അവളോട് പറയുന്നു. ഇതറിഞ്ഞ അവൾ ഉടൻ തന്നെ കിഷന്റെ അടുത്ത് ചെന്ന് കുറച്ച് പൈസയെല്ലാം അറേഞ്ച് ചെയ്ത് അയാളെയും കൂട്ടിക്കൊണ്ട് നേരെ ആ പലിശക്കാരന്റെ അടുത്തേക്ക് ചെല്ലുന്നു. കിഷൻ അവരുമായിട്ടുള്ള പ്രശ്നമെല്ലാം സോൾവ് ചെയ്ത് കൊടുക്കുന്നു. എന്നാൽ കിഷൻ ഇതിൽ ഇടപെട്ടത് ഗുലാബിന് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അവിടെ കച്ചിത് ഗുലാബിന്റെ ഭാര്യയായിട്ടുള്ള ജാനകിയെയാണ് കാണിക്കുന്നത്. ജാനകി വീട്ടിലെ ജോലിയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം അവളുടെ പഴയ കാമുകൻ അവളെ കാണാൻ വേണ്ടി അവിടേക്ക് വരുന്നു. എന്നാൽ അവനെ കണ്ട ഉടൻ തന്നെ അവൾ പേടിച്ച് വീടിനകത്ത് കയറി കഥകളെല്ലാം അടയ്ക്കുന്നു. ആ സമയം അവിടേക്ക് റാണിയെയും അന്വേഷിച്ചുകൊണ്ട് ലാജോ കടന്നു വരുന്നു. പേടിച്ചു നിൽക്കുന്ന ജാനകിയോട് ലാജോ കാര്യമെല്ലാം തിരക്കുന്നു. എന്നാൽ അവൾ ഒന്നുമില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അതിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നു. ജാനകി ലാജോന്റെ മേത്തുള്ള മുറിവിനെല്ലാം മരുന്നെല്ലാം വെച്ച് കെട്ടി കൊടുക്കുന്നു. അവിടെ കച്ചിത് ഡാൻസ് കമ്പനിയിലെ തന്റെ സുഹൃത്തായ ഡബ്ല്യുവിൽ നിന്നും അവിടുത്തെ വണ്ടിയുടെ താക്കോലെല്ലാം ചോദിച്ച് മേടിച്ചുകൊണ്ട് ആ വണ്ടിയുമായി അവിടെ നിന്നും പോകുന്ന ബിജിലിയെയാണ് കാണിക്കുന്നത്. ബിജിലി തന്റെ സുഹൃത്തുക്കളെയും ആ വണ്ടിയിൽ കയറ്റിക്കൊണ്ട് ഗ്രാമത്തിൽ നിന്നും കുറച്ച് മാറിയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് ചെല്ലുന്നു. ലാജോ ബിജിലിയോട് അവൾക്ക് എങ്ങനെയെങ്കിലും ഒരു കുട്ടിയെ വേണം എന്ന കാര്യമെല്ലാം പറയുന്നു. ആ സമയം ബിജിലി പ്രശ്നം ചിലപ്പോൾ നിന്റേത് മാത്രമാകണമെന്നില്ല എന്നും ചിലപ്പോൾ നിന്റെ ഭർത്താവിന്റെ ആവാനും സാധ്യതയുണ്ട് എന്ന കാര്യമെല്ലാം പറയുന്നു.
ഇത് കേട്ട ലാജോ ഇതെങ്ങനെയാണ് മനസ്സിലാവുക എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു. ബിജ്ലി തന്റെ പരിചയത്തിൽ ഒരു സ്വാമിയുണ്ടെന്നും അയാളുടെ അടുത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ ഇതിനുള്ള സൊല്യൂഷൻ എല്ലാം കിട്ടും എന്ന കാര്യമെല്ലാം പറയുന്നു. ലാജോ ബിജ്ലിയോട് പുതിയ ഗ്രാമപഞ്ചായത്ത് പ്രകാരം ബിജ്ലിയെ ആ നാട്ടിൽ നിന്നും പുറത്താക്കാനാണ് തീരുമാനം എന്ന കാര്യമെല്ലാം പറയുന്നു. ലാജോ അവളോട് എത്രയും പെട്ടെന്ന് ഒരു കല്യാണം കഴിക്കുകയാണെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവളെ ഉപദേശിക്കുന്നു. ആ സമയം ബിജ്ലി തന്റെ ഡാൻസ് കമ്പനിയിലുള്ള ഡബ്ലോവിന് അവളോട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെന്നും ഒത്തുവരികയാണെങ്കിൽ താൻ അവനെ കല്യാണം കഴിക്കും എന്ന കാര്യമെല്ലാം പറയുന്നു. അവിടെ കട്ട് ചെയ്ത് തിരിച്ച് ഡാൻസ് കമ്പനിയിലേക്ക് ചെന്നിരിക്കുന്ന ബിജ്ലിയെയാണ് കാണിക്കുന്നത്. എന്നാൽ ആ സമയം അവൾക്ക് പകരം വേറെ ആരോ സ്റ്റേജിലുണ്ട് എന്ന് മനസ്സിലാക്കിയ അവൾ ഡബ്ലുവിനോട് അതാരാണ് എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു. ആ സമയം അവൻ ബോസ് പുതിയ ഡാൻസറെ അപ്പോയിന്റ് ചെയ്ത കാര്യമെല്ലാം അവളോട് പറയുന്നു. അവിടെ കട്ട് ചെയ്ത് ലാജോയെ ആ സ്വാമിയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്ന ബിജ്ലിയെയാണ് കാണിക്കുന്നത്. അയാൾ താമസിക്കുന്ന ഗുഹയിലെത്തിയ ശേഷം അവിടെ വെച്ച് ലാജോയും അയാളും കൂടി ഫിസിക്കൽ റിലേഷൻഷിപ്പിലെല്ലാം പോകുന്നു. അവിടെ കട്ട് ചെയ്ത് സ്റ്റേജിൽ പുതിയ ഡാൻസറിനൊപ്പം മത്സരിച്ച് നിൽക്കുന്ന ബിജ്ലിയെയാണ് കാണിക്കുന്നത്. ആ സമയം ബിജ്ലി എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവളുടെ ഒപ്പം എത്താൻ വേണ്ടി അവൾക്ക് സാധിക്കുന്നില്ല. അവിടെ കട്ട് ചെയ്ത് തന്റെ വീട്ടിലെ ജോലിയെല്ലാം ചെയ്യുന്ന റാണിയെയാണ് കാണിക്കുന്നത്. എന്നാൽ ആ സമയം അവൾ കുറെ നേരമായി അവരുടെ വീടിന് പുറത്ത് നിൽക്കുന്ന ഒരു പയ്യനെ നോട്ടീസ് ചെയ്യുന്നു. അവന്റെ കയ്യിൽ നിന്നും കുറച്ച് ബുക്സ് എല്ലാം പുറത്തേക്ക് എടുക്കുമ്പോഴേക്കും റാണിയെ കണ്ട് അവൻ പേടിച്ച് അതെല്ലാം അവിടെ ഇട്ട് അവിടെ നിന്നും ഓടുന്നു. എന്നാൽ അവൻ അവിടെ നിന്നും പോയ ഉടൻ തന്നെ ജാനകി പോയി ആ ബുക്കെല്ലാം എടുത്തുകൊണ്ട് വരുന്നു. അവിടെ കട്ട് ചെയ്ത് കിഷന്റെ കയ്യിൽ നിന്നും ശമ്പളം വാങ്ങുന്ന അവിടുത്തെ ജോലിക്കാരെയാണ് കാണിക്കുന്നത്. കിഷൻ അവരോട് TV വാങ്ങാനുള്ള ഫണ്ട് റെഡിയാവാറായി എന്ന കാര്യമെല്ലാം സൂചിപ്പിക്കുന്നു. അവിടെ കട്ട് ചെയ്ത് തനിക്ക് ശമ്പളം കിട്ടിയ കാര്യമെല്ലാം ഭർത്താവിനോട് പറയുന്ന ലാജോവിനെയാണ് കാണിക്കുന്നത്. എന്നാൽ സന്തോഷത്തോടെ അവൾ ഈ കാര്യമെല്ലാം പറയുന്നുണ്ടെങ്കിലും അയാൾ ഇതൊന്നും മൈൻഡ് ആക്കാതെ വീണ്ടും കുട്ടികളൊന്നും ആവാത്തതിന്റെ പേരിൽ അവളെ ഉപദ്രവിക്കാൻ വേണ്ടി തുടങ്ങുന്നു. അവിടെ കട്ട് ചെയ്ത് ബിജ്ലിയെ മീറ്റ് ചെയ്യാൻ വേണ്ടി അവളുടെ ടെന്റിലേക്ക് വന്നിരിക്കുന്ന ഡബ്ലുവിനെയാണ് കാണിക്കുന്നത്. ആ സമയം ബിജ്ലി അവൻ തന്നോടുള്ള ഇഷ്ടമെല്ലാം തുറന്നു പറയാൻ വന്നിരിക്കുകയാണ് എന്നെല്ലാം വിചാരിച്ചുകൊണ്ട് വളരെയധികം സന്തോഷിക്കുന്നു. എന്നാൽ അവൻ ബിജ്ലിയെ ഞെട്ടിച്ചുകൊണ്ട് അവർക്ക് രണ്ടുപേർക്കും ബോംബെയിൽ പോയി ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാമെന്നും ഇനി മുതൽ അവനായിരിക്കും അവളുടെ ബോസ് എന്നുമെല്ലാം അവളോട് പറയുന്നു. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞ ഉടൻ തന്നെ ആ ദേഷ്യത്തിൽ അവൾ അവനെ ആ മുറിയിൽ നിന്നും ഇറക്കി വിടുന്നു. അവിടെ കട്ട് ചെയ്ത് ആ ഗ്രാമത്തിലേക്ക് ആദ്യമായി TV എല്ലാം കൊണ്ടുവന്നതിന്റെ പേരിൽ എല്ലാവരും കിഷനെ പ്രശംസിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. എന്നാൽ ഗുലാബിന്റെ സുഹൃത്തുക്കൾക്ക് ഇത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അവിടെ കട്ട് ചെയ്ത് ഈവനിങ്ങിൽ ഡബ്ലുവിനോടുള്ള ദേഷ്യത്തിൽ അവന്റെ മുമ്പിൽ വെച്ച് വരുന്ന കസ്റ്റമേഴ്സിന്റെ കൂടെ എല്ലാം പോകുന്ന ബിജ്ലിയെയാണ് കാണിക്കുന്നത്. അവിടെ കട്ട് ചെയ്ത് മദ്യപിച്ച് വീട്ടിലേക്ക് കയറി വന്നിരിക്കുന്ന ഗുലാബിനെയാണ് കാണിക്കുന്നത്. എന്നാൽ ആ സമയം അവൻ ജാനകിയെ ഉപദ്രവിക്കുന്നത് കണ്ട് റാണി അവനെ വീട്ടിൽ നിന്നും പുറത്താക്കുന്നു. ഗുലാബ് അവനില്ലാതെ നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കാൻ പോവുക എന്നുമെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് അവിടെ നിന്നും പോകുന്നു. ജാനകി റാണിയോട് അവളെ ഇടയ്ക്ക് മീറ്റ് ചെയ്യാൻ വരുന്നത് അവളുടെ പഴയ കാമുകനാണെന്നും അവന്റെ വീട്ടിൽ ഡവറി കൊടുക്കാനുള്ള പൈസ ഇല്ലാത്തത് കൊണ്ടാണ് അവൻ തന്നെ കല്യാണം കഴിക്കാതെ പോയത് എന്ന കാര്യമെല്ലാം പറയുന്നു. ഇത് കേട്ട റാണി തന്റെ വീടും സ്ഥലവുമെല്ലാം പണയപ്പെടുത്തിക്കൊണ്ട് ആ പൈസ ഉപയോഗിച്ച് ജാനകിയുടെ ഇഷ്ടപ്രകാരം അവളുടെയും അവളുടെ കാമുകന്റെയും കല്യാണമെല്ലാം നടത്തി കൊടുക്കുന്നു. അവിടെ കട്ട് ചെയ്ത് താൻ ഒരു അമ്മയാവാൻ പോവുകയാണ് എന്ന കാര്യമെല്ലാം തന്റെ ഭർത്താവിനോട് പറയുന്ന ലാജോവിനെയാണ് കാണിക്കുന്നത്. എന്നാൽ ആ സമയം അയാൾ തനിക്ക് ഒരിക്കലും കുട്ടികൾ ഉണ്ടാവില്ല എന്നും പിന്നെ എങ്ങനെയാണ് അവൾ ഗർഭിണിയായത് എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു. ഇതിന്റെ പേരിൽ അവർക്കിടയിൽ ഒരു ഗംഭീര ഫൈറ്റ് തന്നെ നടക്കുന്നു. ഫൈറ്റിനിടയിൽ അയാളുടെ മേത്ത് അടുപ്പിൽ നിന്നും തീയെല്ലാം പടർന്നു പിടിച്ച് അയാൾ അവിടെ വെച്ച് മരിക്കുന്നു. ലാജോ ഉടനെ തന്നെ റാണിയെയും കൂട്ടിക്കൊണ്ട് നേരെ ബിജ്ലിയുടെ ടെന്റിലേക്ക് വരുന്നു. അവർക്ക് ഇനി ആ നാട്ടിൽ നിൽക്കുന്നത് സേഫ് അല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ മുംബൈയിലേക്ക് പോകുന്നതും കാണിച്ചുകൊണ്ട് ഈ മൂവി ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ വീഡിയോസിനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.